G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പഞ്ചപാണ്ഡവരിൽ ഭീമൻ ആരാധിച്ച മഹാവിഷ്ണു ക്ഷേത്രം 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഒന്നായ പുണ്യസ്ഥലം. അതുമാത്രമല്ല, 1000-ലധികം കാവടികൾ അണിനിരക്കുന്ന പ്രസിദ്ധമായ കാവടിയാട്ടം നടക്കുന്ന ഏക വിഷ്ണു ക്ഷേത്രം. ഇത്രയും പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം എവിടെയാണെന്ന് അറിയാമോ? ചെങ്ങന്നൂരടുത്തുള്ള പുലിയൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ ഗ്രാമത്തിലാണ് ചരിത്ര പ്രാധാന്യവും ഐതിഹ്യ പ്രാധാന്യവും നിറഞ്ഞ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കര ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 4 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ കേരള ക്ഷേത്ര വാസ്തുശൈലിയും മനോഹരങ്ങളായ ചുമർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. തൃപ്പുലിയൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. അജ്ഞാതവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻ പാറ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അവിടെ നിന്ന് ഓരോ പാണ്ഡവരും സമീപ പ്രദേശങ്ങളിലെ ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നാണ് ഐതിഹ്യം. അതിൽ യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റ്, ഭീമൻ തൃപ്പുലിയൂർ, അർജുനൻ തിരുവാറന്മുള, നകുലൻ തിരുവൻവണ്ടൂർ, സഹദേവൻ തൃക്കൊടിത്താനം എന്നിങ്ങനെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഭീമനുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന ക്ഷേത്രമാണ് തൃപ്പുലിയൂർ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തൃപ്പുലിയൂരപ്പൻ എന്ന മഹാവിഷ്ണുവാണ്. കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ വാഴുന്നത്. നരസിംഹമൂർത്തിയുടെ ഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 4 കൈകളോടുകൂടി രൗദ്രഭാവത്തിലുള്ള തൃപ്പുലിയൂരപ്പൻ ദർശിക്കുന്നത് ഭക്തർക്ക് ഏറെ വിശിഷ്ടമായ അനുഭവമാണ്. സപ്തർഷിമാർ ഇവിടെ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുവെന്നും പിന്നീട് വ്യാഘ്രപാദ മഹർഷി ഇവിടെ വസിച്ച് പൂജകൾ നടത്തിയിരുന്നുവെന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു. വ്യാഘ്രപാദ മഹർഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്തിന് പുലിയൂർ എന്ന പേര് ലഭിച്ചതെന്നും വിശ്വാസമുണ്ട്. പഞ്ചപാണ്ഡവരിൽ ഭീമസേനൻ ഇവിടെ ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവാണ് പിന്നീട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായതെന്നാണ് ഐതിഹ്യം. ഭീമനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സ്മരണയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഭീമന്റെ കഥ. തൃപ്പുലിയൂരപ്പന്റെ പേരുമായി ബന്ധപ്പെട്ടും നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി വൈഷ്ണവ ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട്. ആത്മീയ പ്രാധാന്യത്തിനൊപ്പം കലാപരമായ പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതിലൂടെ പാണ്ഡവ ഐതിഹ്യത്തിനൊപ്പം മഹർഷിമാരുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തിൽ കാണാം. തൃപ്പുലിയൂർ ക്ഷേത്രത്തിന് വൈഷ്ണവ പാരമ്പര്യത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തൃപ്പുലിയൂർ. ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ ദിവ്യസ്ഥാനങ്ങളെയാണ് ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. മനോഹരങ്ങളായ ചുമർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്ര വാസ്തുവിദ്യയും ശില്പകലയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ക്ഷേത്രം ഏറെ ശ്രദ്ധേയമാണ്. പ്രധാന പ്രതിഷ്ഠയായ തൃപ്പുലിയൂരപ്പനെ കൂടാതെ നിരവധി ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട്. സാധാരണയായി കാവടി എന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട ഒരു ആചാരമായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കാവടിയാട്ടം നടക്കുന്ന ഏക വിഷ്ണു ക്ഷേത്രം എന്ന പ്രത്യേകത തൃപ്പുലിയൂരിനുണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതിനാൽ മകരസംക്രമ നാളിൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കാവടിയാട്ടം ഒരു വലിയ ദൃശ്യാനുഭവം തന്നെയാണ്. മകരമാസത്തിലെ ഇവിടെ പ്രധാനപ്പെട്ട 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവം നടക്കുന്നു. അത്തന്നാളിൽ കൊടിയേറുകയും തിരുവോണ നാളിൽ പമ്പാ നദിയിലെ ആറാട്ടോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആചാരങ്ങളും വിവിധ പരിപാടികളും നടക്കുന്നു. ഗണപതി, അയ്യപ്പൻ, ശിവൻ, കൂവളത്തപ്പൻ, യക്ഷിയമ്മ, നാഗങ്ങൾ, രക്ഷസ് തുടങ്ങിയവരാണ് പ്രധാന ഉപദേവതകൾ. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാരമ്പര്യ രീതിയിൽ തന്നെ തുടരുന്നു. നിത്യേന 5 പൂജകളും 3 ശീവേലികളും ഇവിടെ നടക്കുന്നു.
തൃപ്പുലിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും കൗതുകകരമായ പ്രത്യേകതകളിൽ ഒന്നാണ് കാവടിയാട്ടം. മകരസംക്രമ നാളിൽ 1000-ലധികം കാവടികൾ അണിനിരക്കുന്ന കാവടിയാട്ടം ഇവിടെ വളരെ പ്രസിദ്ധമാണ്. പഞ്ചപാണ്ഡവരിൽ ഭീമനുമായി ബന്ധപ്പെട്ട വിശ്വാസം, 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഒന്നെന്ന മഹത്വം, നരസിംഹഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ തൃപ്പുലിയൂരപ്പൻ, ഭീമന്റെ കഥ, മനോഹരമായ ചുമർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും, 1000-ലധികം കാവടികൾ അണിനിരക്കുന്ന പ്രസിദ്ധമായ കാവടിയാട്ടവും. ചെങ്ങന്നൂരിൽ നിന്ന് തൃപ്പുലിയൂരിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ചെറിയനാട് മാവേലിക്കര ബസ്സിലോ തോന്നയ്ക്കാട് മാവേലിക്കര ബസ്സിലോ കയറാം. ഏകദേശം 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുലിയൂർ എന്ന സ്ഥലത്തെത്താം. അവിടെ ഇറങ്ങി ഇലഞ്ഞിമേൽ റൂട്ടിലേക്ക് തിരിഞ്ഞാൽ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്താം. ഇത്രയേറെ പ്രത്യേകതകൾ നിറഞ്ഞ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിലൂടെ പങ്കുവയ്ക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കേരളത്തിലെ കൂടുതൽ പുരാതന ക്ഷേത്രങ്ങളുടെയും പുണ്യസ്ഥലങ്ങളുടെയും വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും മറ്റൊരു പുണ്യസ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.